പ്രേക്ഷകരെ എന്നോടൊപ്പം ചേർന്ന് നാച്ചുറൽ ബ്യൂട്ടിയെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നില്ലേ എല്ലാവരും? മേക്കപ്പോ ചിലവേറിയ കെമിക്കൽസോ ഇല്ലാതെ തന്നെ സൗന്ദര്യ സംരക്ഷണം നടത്താവുന്നതാണ്. നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ സൗന്ദര്യ സംരക്ഷണം നടത്താനുള്ള വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. അത് നിങ്ങളുടെ കേശ സൗന്ദര്യവും മുഖ സൗന്ദര്യവും സംരക്ഷിക്കും. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് നമ്മുടെ സ്കിൻ. തണുപ്പ് കാലത്ത് ചർമ്മം വരണ്ട് വിണ്ടുകീറുവാതിരിക്കുവാൻ നമ്മൾ കൂടുതൽ സംരക്ഷണം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക മാസ്ക്, അത് നിങ്ങളുടെ ഫേസ് അത്രയും ഗ്ലോ തരുന്നതായിരിക്കും. ഇതിനാവശ്യം 3 കാര്യങ്ങളാണ്: പകുതി മുറിച്ച ഒരു ബനാന, 1/2 കപ്പ് തൈര്, 1 ടീസ്പൂൺ തേൻ. ആദ്യം ബനാന തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി 1 കപ്പിൽ ഇടുക. എന്നിട്ട് 1 ടീസ്പൂൺ ഉപയോഗിച്ച് അത് നല്ലതുപോലെ ഉടയ്ക്കേണ്ടതാണ്. ഇതിൽ ധാരാളം വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡൻസും ഉള്ളതുകൊണ്ട് സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടുന്നതാണ്. റാഷസും ഉണ്ടാവില്ല. ഇപ്പോൾ കുറച്ച് തൈരെടുത്ത് അതും ഇതിൻ്റെ കൂടെ ഒഴിക്കുക. എന്നിട്ട് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്യുക. തൈര് ശരീരത്തിന് വളരെ നല്ലതാണ്. അത് നിങ്ങളുടെ മുഖത്തെ റെഡ്നെസ് ഒക്കെ എടുത്തു മാറ്റും, നല്ല തണുപ്പ് തരും, സുഷിരങ്ങളൊക്കെ അടയ്ക്കുകയും ചെയ്യും. അവസാനമായിട്ട് ഇതിൽ കുറച്ച് തേനും ഒഴിക്കാവുന്നതാണ്. തേൻ വളരെ നല്ലൊരു ആന്റിബയോട്ടിക്കാണ്. ചർമ്മത്തിലെ ബാക്ടീരിയകളെ അത് നീക്കം ചെയ്യുന്നതാണ്. ഇതെല്ലാം കൂടി ഒന്നിച്ച് മിശ്രിതമാക്കിയിട്ട് ഒരു മാസ്ക് പോലെ മുഖത്ത് തേക്കാവുന്നതാണ്. ഏത് മാസ്കും മുഖത്ത് പുരട്ടുന്നതിന് മുമ്പ് മുഖം നല്ലോണം വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതെങ്കിലും മേക്കപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യണം. എന്നിട്ട് മുഖം മുഴുവൻ ഇതുപോലെ നല്ലവണ്ണം പുരട്ടണം. 10-15 മിനിറ്റുകൾ ഇതങ്ങനെ തന്നെ വിടണം. എന്നിട്ട് നല്ല വെള്ളമെടുത്ത് മുഖം നല്ലതുപോലെ കഴുകണം. അവസാനമായിട്ട് കുറച്ച് തണുത്ത വെള്ളമെടുത്ത് മുഖത്തൊഴിക്കണം. അത് നിങ്ങളുടെ സുഷിരങ്ങൾ അടയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഈ മാസ്കിന്റെ മണം കഴിക്കാൻ കൊതി തോന്നിപ്പിക്കുന്നതാണ്. കൊള്ളാം. വീട്ടിൽ നിന്നുള്ള സൗന്ദര്യ സംരക്ഷണത്തിന് ഞങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മാസ്ക് എങ്ങനെയിരുന്നെന്ന് നിങ്ങളിൽ നിന്നറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും ഐഡിയാസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് അയച്ചു തരേണ്ടതാണ്. അത് ഞങ്ങളുടെ കമന്റ് സെക്ഷനിലേക്ക് അയയ്ക്കുക. ഇനി നമുക്ക് വീണ്ടും കാണാം.